എന്താ മനുഷ്യ സുസ്തായിട്ടൊന്നും ഉറങ്ങാൻ സമ്മതിക്കില്ല. മതി ഇറങ്ങിയത് എണീറ്റേ വന്നു വെച്ചത് ഒന്നുകൂടെ നിന്റെ ഉറക്കം ഞാൻ കളഞ്ഞു. എണീറ്റ് എണീറ്റ് മതി 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 ചേടി മതി നോക്കട്ടെ. ഈ കമ്മല് വേണ്ട. എന്റെ ഇഷ്ടത്തിന് ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ. ഞാൻ പറയണ കേക്കച്ചു. ഇത് കൊള്ളില്ല, ഇതാ നല്ലത്. ഈ മുടി മാറ്റാം നമുക്ക്. വേണ്ട, നസീബണ്ണ അച്ചു നല്ലത്. സുന്ദരിയായി. ഈ പുട്ട് നല്ല സോഫ്റ്റ് അല്ലേ? അതെ അതെ നന്നായിട്ടുണ്ട്. പഞ്ഞി പോലെ ഇരിക്കുന്നു. അല്ലല്ല നീ പുട്ടുണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. ആണോ ഏട്ടാ? പിന്നെ ഓടുന്നു അപ്പോഴെങ്ങനത്തെ ചൂടെ കഴിക്കേട്ടാ. അയ്യോ പോരാ, ഇന്നത്തെ കടലക്കറി തീരെ പോരാ, വെരി ബാഡ്. ശരിയാ, ലീലാമ്മച്ചി ഉണ്ടാക്കണതിന്റെ അത്രയും ടേസ്റ്റ് പോരാ. ലീലാമ്മച്ചി ഉണ്ടാക്കുന്ന കറിയൊക്കെ എന്നാ മോളെ മോശമായിരിക്കുന്നു. അതാണ് ഞാനും അത് പറയാൻ തുടങ്ങായിരുന്നു. കറിക്ക് എന്തോ ഒരു കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. കഴിച്ച് കഴിച്ച് വരുമ്പം ടേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒന്ന് കഴിച്ചു നോക്കിയാ. ഇത് എന്ത് ടെക്നിക്കാണ് ഇത്? കൊള്ളാം. ഇതൊക്കെ എങ്ങനെ പറ്റുന്നുണ്ട് നിനക്ക്? സമ്മതിക്കണം കേട്ടോ നിന്നെ. അച്ഛാ, എന്തിനാ അമ്മ ഇങ്ങനെ പേടിക്കണേ? പേടിയോ? എനിക്കോ? ആ ഒന്ന് പോടിയോ. എന്റെ പൊന്നു മോളെ, ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. പ്രേമിച്ച് നടന്ന കാലം മുതലുള്ളതാ ഈ പേടി. എന്റെ അമ്മ ഇത് അതൊന്നും അല്ല. അല്ലടി, പേടിയൊന്നും അല്ല, സ്നേഹം കൊണ്ടാ. അല്ലേ സുരേഷ് ഏട്ടാ? പിന്നെ ആണോ? അയ്യോടാ. എന്നാ ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ അമ്മൂമ്മയും മക്കളോട് അങ്ങ് അടുക്കള കയറ്. നന്നായിട്ട് കുടിക്ക. എരിയും. ഇത് പറയുമ്പോ എല്ലാവർക്കും എരിയും. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കിവിടെ ഒരു സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യോ? സ്വാതന്ത്ര്യോ? മോള് എന്താ ഉദ്ദേശിച്ചത്? കേട്ടിട്ടില്ലേ? സ്വാതന്ത്ര്യം, ഫ്രീഡം. കുറച്ചൊക്കെ എന്റെ അഭിപ്രായത്തിന് വില തരണം. പക്ഷെ നിങ്ങൾ അങ്ങനാണോ? എന്റെ സകല കാര്യം തീരുമാനിക്കുന്ന ആദ്യം ചെയ്യാം. എന്റെ ഡ്രസ്സും എന്റെ ഹെയർ സ്റ്റൈലും ഒക്കെ എന്റെ ഇഷ്ടാ, അല്ലാതെ ആദ്യച്ചിട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് ആദ്യച്ചിട്ട് കയ്യിൽ എനിക്ക് ഉറപ്പായിട്ട് ഫ്രീഡം വേണം. എടി കുഞ്ഞു കാന്താരി, ഈ ഇരിക്കുന്ന ആദ്യേച്ചി നിന്റെ ചേച്ചിയല്ലേ? അപ്പൊ കുറച്ച് ശ്രദ്ധയൊക്കെ കൂടും മക്കളെ. അത് സ്വാഭാവികം. അവളുടെ ഒരു സ്വാതന്ത്ര്യം. എടി, നിന്റെ വർത്തമാനം കേട്ടതൊന്നും നിനക്ക് 10-35 വയസ്സായിന്ന്. ആകെ ഇച്ചിരിയല്ലേ ഉള്ളൂ. പ്രായത്തിനനുസരിച്ച് സംസാരിച്ച് പഠിക്കാതെ. എന്നിട്ട് ഞാൻ ആലോചിക്കാം നിനക്ക് സ്വാതന്ത്ര്യം തരണോ വേണ്ടയോ കേട്ടോ. മോളെ, ചേച്ചി സ്നേഹം കൊണ്ട് ചെയ്യുന്നതല്ലേ, സാരില്ല, മോള് കഴിക്കും. സ്നേഹമൊന്നും അല്ല അച്ഛാ, കുശുമ്പ്. ഞാൻ നല്ലോണം ഡ്രസ് ചെയ്താ ചേച്ചിയുടെ ഗ്ലാമർ അങ്ങ് പോവും. എനിക്ക് സൗന്ദര്യം കൂടിപ്പോയി. അതെന്റെ കുഴപ്പമല്ലല്ലോ. ഒരിക്കലും അല്ല. അത് നമ്മളെ അച്ഛൻ വീട്ടുകാർക്ക് സൗന്ദര്യം എന്ന് പറയുന്നതേ പാരമ്പര്യമായിട്ട് കിട്ടിയതാ മക്കളെ. ചുമക്കും. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ചേച്ചിയുടെ ഭാഗത്താന്ന്. കഴിച്ചിട്ട് പോടി. എന്തു പാടി? അച്ചു, വൈറ്റ് ഷൂസ്.
6B പഠിക്കുന്ന റഹോത്തിന് തന്നെ ചെറിയ നോട്ടമുണ്ട്. അയ്യേ നിന്നെയോ? അതെന്താടാ, സുന്ദരി പിള്ളേരെ നോക്കാൻ എല്ലായിടത്തും ആള് കാണും. അശ്വയ്ക്ക് എന്ത് പറ്റി? ഇന്നൊരു മൂടില്ലല്ലോ. ആദ്യച്ചായിട്ട് രാവിലെ തന്നെ ഉടക്കിയിട്ടുണ്ടാവും, അതാണല്ലോ പതിവ്. എനിക്ക് മടുത്തു. ആദ്യച്ച് കാരണം ഇപ്പൊ ഒരു ഫ്രീഡും ഇല്ല. ഇതിനെ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ അപ്പനാ കൊച്ചുകുട്ടി. എങ്ങനെയെങ്കിലും വലുതാവണം. പെട്ടെന്ന് വലുതാവാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോടാ? അങ്ങനെ പെട്ടെന്നൊന്നും വലുതാവല്ലേ അക്ഷരേ. പെട്ടെന്ന് വലുതായി കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മളോടുള്ള ഇഷ്ടം കുറയും. പതുക്കെ പതുക്കെ വലുതായാൽ മതി. ഇനിയിപ്പോൾ ആരും അങ്ങനെ വലുതായില്ലെങ്കിലും കുഴപ്പമില്ല. ഒന്ന് പോടാ. പെട്ടെന്ന് വലുതാവണം. പെട്ടെന്ന് വലുതായാലും സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. എങ്ങനെയെങ്കിലും ചേച്ചിയുടെ എസ്കേപ്പ് ആവണം. ദേ, അവള് വരുന്നുണ്ട്. ആണോ? സീരിയസ് ആയിട്ട് ആ സംസാരിക്കണം. പറയാം. ഞാൻ ഇറങ്ങുകയാണേ. ആ മോളെ ആ നീ വന്നേ, ഇവിടെ ഇരിക്കേ. എന്താച്ചാ? അതെ, അച്ഛനൊരു കാര്യം പറയാനുണ്ട്. എന്താ? അത് സീരിയസാ. ഭയങ്കര സീരിയസ് ആണോ? ആ സീരിയസാ. എന്നാ പറ. മോക്കിപ്പോൾ 10-23 വയസ്സായി. ആണോ? പിന്നെ 23 വയസ്സായി. 23 അല്ല, 24. 24 24 വയസ്സായി. അപ്പോൾ ഇനി നമുക്ക് സീരിയസ് ആയിട്ട് മോടെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കണ്ടേ? എന്നായാലും നീ ഒരു കല്യാണം കഴിക്കണമല്ലോ. എന്നാ ആരാ പറഞ്ഞേ? കല്യാണം കഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഡീ, പ്രായമായി കഴിഞ്ഞാൽ മൂത്ത് നിറച്ചുള്ള ചെറുക്കന്മാരെ കിട്ടും, അത്രേ ഉള്ളൂ. ആ അതല്ല മോളെ, ഈ 24 വയസ്സിൽ നിന്റെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു 40 വയസ്സിൽ നിനക്ക് മാലയോഗം ഉള്ളൂ. ഒരു ജോത്സ്യൻ അച്ഛനോട് പറഞ്ഞതാ. എന്റെ അച്ഛതൊക്കെ ജോത്സ്യന്മാര് ചുമ്മാ പറയണതാ. അതൊക്കെ കേട്ട് വിശ്വസിക്കുന്ന ഓരോ പൊട്ടന്മാരും. നീ പൊട്ടെന്ന് ഉദ്ദേശിച്ച എന്നെ അല്ലല്ലോ. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നീ അച്ഛൻ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അച്ഛനെ എന്തോ കല്യാണം കഴിക്കേണ്ടത് അവള്, അതെപ്പ വേണമെന്ന് തീരുമാനിക്കേണ്ടതും അവള്. മോളെ, ഇക്കാര്യത്തിൽ നീ ഒരാളിന്റെ അഭിപ്രായം കേൾക്കാൻ നിൽക്കണ്ട. ഇത് നിന്റെ സ്വാതന്ത്ര്യമാ, മനസ്സിലായല്ലോ? ആ ലീലാമ്മച്ചി പറഞ്ഞത് കേട്ടല്ലോ, പോരെ? പിന്നെ അമ്മ പറയുന്ന പോലെ അങ്ങ് പോട്ടല്ലേ. അമ്മേ, എനിക്ക് കുറച്ച് സമയം എന്തായോ? പറ്റി ചെക്കനെ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പോയിട്ട് വരെ. പോയിട്ട് വാ മോളെ. ബൈ മോളെ. ടാറ്റാ. ഇന്നെന്റെ കാര്യം ശുഭം.